ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഏകദേശം ഒരു വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഈ പശ്ചിമേഷ്യയിലെ കൂടുതൽ മേഖലകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ യുദ്ധം വ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിനകത്ത് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, ഇതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതൊരു റീജിയണൽ വാറായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിനെ, പശ്ചിമേഷ്യയെ പരിപൂർണമായിട്ടും ബാധിക്കുന്ന രീതിയിലുള്ളൊരു വലിയ യുദ്ധമായിട്ട് ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സാധ്യതകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് വലിയ രീതിയിലുള്ളൊരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഏകദേശം 180ഓളം ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആക്രമണത്തിനെതിരായിട്ട് ഇറാനെതിരായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി തങ്ങൾ കൊടുക്കും എന്ന് ഇപ്പോൾ ഇസ്രായേലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ ആക്രമണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ആക്രമണങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദി വീക്ക്ലി കോളം. സോ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ ഇപ്പോൾ ഇത്രയും വലിയ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ മിസൈൽ ആക്രമണങ്ങളുടെ ഒരു കാരണമായിട്ട് ഇറാൻ അവകാശപ്പെടുന്നതും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകത്ത് ഇസ്രായേൽ ഇറാനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ഈ മിസൈൽ ആക്രമണം നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഇടയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള 3 അസാസിനേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള 3 കൊലപാതകങ്ങളാണ് ഇറാൻ പറയുന്ന കാരണങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ജൂലൈ മാസം അവസാനത്തിൽ ഇറാനിലെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഹമാസിൻ്റെ മേധാവി അല്ലെങ്കിൽ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ ചീഫായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ അസാസിനേഷനാണ്. അപ്പോൾ ഈ ഇസ്മായിൽ ഹനിയയെ കൊന്നത് തങ്ങളാണെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇറാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറാനിലെ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യം ഇറാനിൽ വെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇറാൻ്റെ സോവറൈനിറ്റിയുടെ അല്ലെങ്കിൽ ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു ക്ലിയർ വയലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് തൊട്ട് പിന്നാലെ ഇതിനെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനുള്ള സാധ്യതകളും വലിയ രീതിയിൽ ആളുകൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇറാൻ പ്രഖ്യാപിച്ച രീതിയിലോ അല്ലെങ്കിൽ മറ്റ് ആളുകൾ വിചാരിച്ച രീതിയിലോ എന്നുള്ളൊരു തിരിച്ചടിയൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരായിട്ട് ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ചിട്ടുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ മാത്രമല്ല, ഇസ്രായേലും അതുപോലെ തന്നെ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള യമനിലുള്ള ഹൂത്തികൾ, ലെബനാനിലെ ഹിസ്ബുള്ള, ഇറാഖിലുള്ള ഷിയ മിലീഷ്യാസ് ഇവരൊക്കെ തമ്മിലും ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് തന്നെ പ്രധാനമായിട്ടും ഇസ്രായേലും ഗാസയിലുള്ള ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡറിലുള്ള ലെബനാനിലെ ആംഡ് ഗ്രൂപ്പും ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഇസ്രായേൽ ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഇസ്രായേൽ അവരുടെ യുദ്ധത്തിൻ്റെ പ്രധാന ഫോക്കസ് ഈ ഗാസയിൽ നിന്ന് അവരുടെ നോർത്തേൺ ബോർഡറിലേക്ക് അല്ലെങ്കിൽ ലെബനാൻ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായിട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ലെബനാനിലുള്ള ഹിസ്ബുള്ളയുമായിട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ലെബനാനിലെ ഹിസ്ബുള്ളക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ആ ആക്രമണങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കഴിഞ്ഞ ജൂലൈ മാസം തൊട്ടേ കൊല്ലപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിനാക്കം കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് കൊന്നുകളയുക എന്നുള്ള ഇസ്രായേലി പോളിസിയുടെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ 27 ഇസ്രായേൽ ഈ ലെബനാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ നടത്തിയിട്ടുള്ള ഒരു ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നേതാവും അതുപോലെ തന്നെ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറുമായിട്ടുള്ള ഹസൻ നസ്രുള്ളനെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതേ ആക്രമണത്തിൽ, ഈ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ഇതേ വ്യോമാക്രമണത്തിൽ ഇറാനിലെ സൈനിക വിഭാഗമായിട്ടുള്ള IRGC അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ ഡെപ്യൂട്ടി കമാൻഡറായിട്ടുള്ള അബ്ബാസ് നിൽഫൊറോഷാൻ എന്ന് പറയുന്ന ഒരു ജനറലും കൂടി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരുടെയും കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ഇസ്രായേലിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ തങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് ഏകദേശം 180ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിനെതിരായിട്ട് വലിയൊരു ആക്രമണം നടത്താനുള്ള ഒരു ഇമ്മീഡിയറ്റ് റീസണായിട്ട്, ഒരു പെട്ടെന്നുള്ള കാരണമായിട്ട് നമുക്ക് ഈ 3 കൊലപാതകങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള എനിമിറ്റിയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1979 ഇറാനിലെ ഷാ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഷാ ഭരണകൂടത്തിനെ പുറത്താക്കിക്കൊണ്ട് ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഈ ആയത്തുള്ള ഹുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുത തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ശത്രുതയുടെ ഭാഗമായിട്ട് ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഒരുപാട് രീതിയിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്. അതായത് ഇവർ നേരിട്ട് ഒരിക്കലും ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിലും ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് പരസ്പരം ഏറ്റുമുട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 79 തൊട്ടുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലുള്ള ഇറാൻ അനുകൂല സംഘടനകളിലൂടെയും അതുപോലെ തന്നെ ചില ഗവൺമെൻറ്റുകളിലൂടെയാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഇറാനിയൻ അനുകൂല സംഘടനകളാണ്, അല്ലെങ്കിൽ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളാണ് ഒന്ന് ഗാസയിലുള്ള ഹമാസ്, അതുപോലെ തന്നെ ലെബനാനിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഈ ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നൊക്കെ ഇസ്രായേലിനെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ബെനഫാക്ടർ അല്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് ഇവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഇറാനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇറാൻ ഇത്തരത്തിലാണ് ഇസ്രായേലിനെ നേരിട്ടുകൊണ്ടിരുന്നത്. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ ഇറാനെതിരായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കൂടുതലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ മൊസാദിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനകത്ത് ചില ടാർഗറ്റഡ് അസാസിനേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനകത്തുള്ള പ്രധാനപ്പെട്ട ചില സയൻറ്റിസ്റ്റുകളെ ഒരു 2010 ശേഷം ഇസ്രായേൽ ഒരുപാട് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 2020 അവസാനത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഒരു ഫാദറായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിലെ ഒരു പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റായിട്ട് കണക്കാക്കുന്ന മുഹ്സൻ ഫക്രസാദെ എന്ന് പറയുന്ന ആളെ ഇറാനിൽ വെച്ച് ആരോ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ മൊസാദാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇറാനിൽ ചില ടാർഗറ്റഡ് അസാസിനേഷൻസ് നടത്തുകയും അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ റിയാക്ടറുകൾ, ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റികൾ പോലുള്ള സ്ഥലങ്ങളിൽ സബോട്ടാജ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടാണ് ഇസ്രായേൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൈറ്റുകളിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ആക്രമണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് 2010 ഒരു സ്റ്റക്സ്നെറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലെ സെൻട്രിഫ്യൂജസിൽ കുറേ എണ്ണം ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2020-21 കാലഘട്ടത്തിലൊക്കെ ഇറാൻ്റെ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ചില പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ആക്രമണങ്ങളാണ് ഈ 79 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിനും ഇറാനും ഇടയിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇസ്രായേലാണെങ്കിലും ഇറാനാണെങ്കിലും ഫോളോ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മിലിറ്ററി ടെർമിനോളജിയിൽ പറയുന്ന റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ് ROE എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അവർക്കെതിരായിട്ടൊരു ആക്രമണം നടത്തുന്ന സമയത്ത് ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള യുദ്ധത്തിന്, അതായത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താതിരിക്കുക. അതായത് എപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഒരു റെഡ് ലൈൻ ഉണ്ടാവും. അതായത് ഇതിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകും എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ റെഡ് ലൈൻസ് ക്രോസ് ചെയ്യാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുക. അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്
ഇറാനാണെങ്കിലും ഇസ്രായേലാണെങ്കിലും പരസ്പരം ഇൻഡയറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു മാറ്റം വരുന്നത് ഈ ഒക്ടോബർ 7-ാം തീയതിയിലെ ആക്രമണത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഒക്ടോബർ 7-ാം തീയതി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരായിട്ട് വലിയൊരു ആക്രമണം നടത്തുന്നു. അതിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായതിനു ശേഷം അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്നായിരുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഇറാൻ്റെ ഒരു പ്രോക്സിയാണ്, അതായത് ഇറാൻ്റെ ഒരു കളിപ്പാവയാണ്. ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഹമാസിനെ ഇസ്രായേൽ കാണുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒക്ടോബർ 7-ാം തീയതിയിലെ ആക്രമണത്തിൻ്റെ ഒരു ഉത്തരവാദിയായിട്ട് ഇസ്രായേൽ എപ്പോഴും കാണുന്നത് ഇറാനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഇറാൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററി പേഴ്സണൽസിനെതിരായിട്ടും ഇറാനെതിരായിട്ടും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെയും സ്വഭാവം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു റെഡ് ലൈൻ ഇസ്രായേൽ ക്രോസ് ചെയ്യുന്നത് 2023 ഡിസംബറിലാണ്. 2023 ഡിസംബറിൽ ക്രിസ്മസ് ദിവസത്തിൽ ഇറാൻ്റെ ആക്സസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള സിറിയയിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിലെ അല്ലെങ്കിൽ ഈ IRGCയിലെ ഒരുപാട് ഉപദേഷ്ടാക്കളും അല്ലെങ്കിൽ ഒരുപാട് സൈനികരും ഈ ബാഷർ അൽ അസാദ് സൈന്യത്തിൻ്റെ കൂടെ റഷ്യയുടെ ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ്റെ സിറിയയിലെയും ലെബനാനിലെയും ഓപ്പറേഷൻസ് ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അല്ലെങ്കിൽ IRGCയിലെ ഒരു സീനിയർ കമാൻഡർ ആയിരുന്ന റാസി മൂസവി എന്ന് പറയുന്ന ഒരു ജനറലിനെ ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ദമാസ്കസിൽ വെച്ചിട്ട് ഒരു വ്യോമാക്രമണത്തിലൂടെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനികർ അല്ലെങ്കിൽ സൈനിക ഓഫീസേഴ്സ് സിറിയയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ റാസി മൂസവിയുടെ കൊലപാതകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റാസി മൂസവി എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജനറലാണ്. സോ ഈ റാസി മൂസവിയുടെ കൊലപാതകം അന്ന് ഇറാനിലുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2020 അമേരിക്ക ഈ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന ഖസം സുലൈമാനിനെ ഒരു വ്യോമാക്രമണത്തിലൂടെ കൊല്ലുന്നുണ്ട്. സോ ഈ ഖസം സുലൈമാനിക്ക് ശേഷം റവല്യൂഷണറി ഗാർഡിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയായിരുന്നു ഈ റാസി മൂസവി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡറെയാണ് മറ്റൊരു രാജ്യത്ത് വെച്ച് ഇസ്രായേൽ ഒരു വ്യോമാക്രമണത്തിലൂടെ കൊല്ലുന്നത്. സോ ഈ റാസി മൂസവിയുടെ കൊലപാതകത്തിനുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ 2024 ജനുവരിയിൽ, അതായത് ഇദ്ദേഹം കൊല്ലപ്പെട്ട് ഒരു മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഇറാഖിലെ ഇർബിൽ നഗരത്തിലുള്ള മൊസാദിൻ്റെ ഒരു ക്യാമ്പിനെതിരായിട്ടൊരു മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇറാന് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടെങ്കിലും ഇറാഖിലെ കുർദിഷ് മേഖലകൾ ശരിക്കും ഒരു സെപ്പറേറ്റ് രാജ്യം പോലെയാണ് നിലനിൽക്കുന്നത്. ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയൻ എന്ന് പറയും. ആ കുർദിഷ് മേഖലകളിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ഇറാനിലുള്ള പല തീവ്രവാദികളെയും ഈ ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയനിലുള്ള മൊസാദിൻ്റെ ബേസ് ക്യാമ്പ് യൂസ് ചെയ്തിട്ടാണ് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണം ഇറാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന കുർദിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇർബിലെ മൊസാദിൻ്റെ ഒരു സൈറ്റിന് അഗെയിൻസ്റ്റായിട്ട് ഇറാൻ നേരിട്ടുള്ളൊരു ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു തുടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇത് എസ്കലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഓർത്തിരിക്കുക, അപ്പോഴും ഈ ഇറാനിയൻ മിലിറ്ററി കമാൻഡർ കൊല്ലപ്പെടുന്നത് സിറിയയിൽ വെച്ചിട്ടാണ്. ഇറാൻ അതിനെതിരായിട്ട് തിരിച്ചടിക്കുന്നത് ഇറാഖിലുള്ള ഒരു ഇസ്രായേലി സൈറ്റ് ആക്രമിച്ചിട്ടാണ്. പക്ഷേ പിന്നീട് ഇത് വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാനും ഇസ്രായേലും നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് 2024 ഏപ്രിലാണ്. അതായത് 2024 ഏപ്രിൽ 1-ാം തീയതി ഇസ്രായേൽ ഡമാസ്കസിലുള്ള, അതായത് സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിലുള്ള ഇറാനിയൻ എംബസിയുടെ കോൺസുലേറ്റ് സെക്ഷനെതിരായിട്ട് വലിയൊരു വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ആ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 8ഓളം ഓഫീസേഴ്സ് ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട 8ഓളം ഓഫീസേഴ്സിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പ്രധാനപ്പെട്ട മേധാവികളിൽ ഒരാളും, അതുപോലെ തന്നെ ഈ റവല്യൂഷണറി ഗാർഡ്സിന് ഖുദ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിഭാഗമുണ്ട്. അതായത് ഇറാൻ ഈ പറയുന്ന സിറിയ, ലെബനാൻ, ഇറാഖ്, അതുപോലെ തന്നെ യമനിലുള്ള ഹൂത്തികൾ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് ഈ ഖുദ് ഫോഴ്സസിനെ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഒരു തരത്തിൽ ഈ പറയുന്ന IRGCയുടെ ഒരു ക്ലാൻഡസ്റ്റൈൻ വിങ് ആണെന്ന് പറയാം. ഇവരുടെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം പ്ലസ് ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളിലെ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വിഭാഗമാണെന്ന് പറയാം. അപ്പോൾ ഈ ഖുദ് ഫോഴ്സസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡറും സിറിയയിലെയും ലെബനാനിലെയും
ഈ IRGCയുടെ ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന മുഹമ്മദ് റാസ സഹീദി എന്ന് പറയുന്ന ഒരു ജനറലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്രമണത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ സമാനമായിട്ടുള്ളൊരു ആക്രമണത്തിൽ ഡമാസ്കസിൽ വെച്ച് തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി കമാൻഡറെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊരു വാർണിംഗ് എന്നുള്ള രീതിയിൽ ഇറാൻ ഈ കുർദിസ്ഥാനിലുള്ള ഇർബിലിലെ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഒരു ക്യാമ്പ് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഏപ്രിലിൽ നടന്ന ആക്രമണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആക്രമണം നടന്നത് ഇറാൻ എംബസിക്കെതിരായിട്ടാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ എംബസീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ എംബസികളുണ്ട്. അപ്പോൾ ആ എംബസികൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഡൽഹിയിലാണെങ്കിലും ഈ എംബസി ബിൽഡിങ്ങും അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസും ആ രാജ്യത്തിൻ്റെ, ഏത് രാജ്യത്തിൻ്റെയാണോ എംബസി അവരുടെ സോവറൈൻ ടെറിട്ടറി ആയിട്ടാണ് കണക്കാക്കുക. ഇപ്പോൾ അമേരിക്കൻ എംബസി ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സ്ഥലമായിട്ടാണ് കണക്കാക്കുക. അതായത് ഡമാസ്കസിലുള്ള ഇറാനിയൻ എംബസി എന്ന് പറയുന്നത് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സിറിയയിലാണെങ്കിലും ആ എംബസി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറാൻ്റെ ടെറിട്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും രാജ്യങ്ങൾ ഒരിക്കലും പരസ്പരം അവരുടെ എംബസികളോ മറ്റുള്ള ഡിപ്ലോമാറ്റിക് മിഷൻസിനെയോ ആക്രമിക്കാറില്ല. അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷൻ അവിടെ നടന്നതെന്ന് മാത്രമല്ല, ഇറാൻ്റെ സോവറൈനിറ്റി കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതായത് ഇറാൻ്റെ പരമാധികാരത്തിനെയാണ് ഇസ്രായേൽ വെല്ലുവിളിക്കുന്നത്. ഇറാനെതിരായിട്ട് നേരിട്ടൊരു ആക്രമണം നടത്തിയ പോലെയാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ ഇതിനുള്ള ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഏപ്രിൽ 13 ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തുന്നുണ്ട്. ഏകദേശം 300ഓളം മിസൈലുകളും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസീവായിട്ടുള്ള അറ്റാക്കായിട്ട് കണക്കാക്കാമെങ്കിലും ഇപ്പോൾ ജോൺ മെയ്ഷൈമറിനൊക്കെ പോലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസിനകത്ത് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതൊരു സിംബോളിക് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു എന്നാണ്. അതായത് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരെ തയ്യാറാണ് എന്ന് ഇസ്രായേലിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളെ നേരിട്ട് ആക്രമിക്കാനും ഞങ്ങൾക്ക് പേടിയില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള റെഡ് ലൈൻസ് ക്രോസ് ചെയ്യരുത് എന്ന് ഒരു വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്രമണമായിട്ടാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന ഏപ്രിൽ 1 ഇസ്രായേൽ ഇറാനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണം കഴിഞ്ഞ് 13 ദിവസത്തിന് ശേഷമാണ് ഇറാൻ അതിനെതിരായിട്ട് പ്രത്യാക്രമണം നടത്തുന്നത്. ഈ 13 ദിവസത്തിനകത്ത് ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായ രാജ്യങ്ങൾ ഈ മിഡിൽ ഈസ്റ്റേൺ മേഖലകളിൽ വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ്, അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ജോർദാൻ പോലുള്ള ചില അറബ് രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഇസ്രായേലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ ഇറാനിയൻ ആക്രമണത്തിനെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സിംബളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏകദേശം 1400 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം കവർ ചെയ്ത് ഇസ്രായേൽ പോലെ ലോകത്തിലെ തന്നെ ടെക്നോളജിക്കലി വളരെ സുപ്പീരിയർ ആയിട്ടുള്ളൊരു മിലിറ്ററി ഉള്ള, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ വ്യോമപ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് ഇത്രയധികം ദൂരത്ത് നിന്ന് തങ്ങൾക്ക് ആക്രമണം നടത്താനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് ഇറാൻ ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കലി ഇസ്രായേലിന് എല്ലാ കാലത്തും അവർ മെയിന് പറഞ്ഞ് നടന്നിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാറുണ്ടെങ്കിലും ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലി സൈന്യമാണ്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധം പർച്ചേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേരിട്ടുള്ള സഹായം, അമേരിക്കൻ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള സഹായം ഒരു കാലത്തും ഇസ്രായേലിന് അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഈ ഇറാനിയൻ ആക്രമണത്തിൻ്റെ സമയത്ത് ഇസ്രായേലിനെതിരായിട്ട് വന്നിട്ടുള്ള വലിയൊരു ശതമാനം മിസൈലുകളെയും തകർക്കുന്നത് ഈ പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ തന്നെ ജോർദാനും കൂടി ചേർന്നിട്ടാണ്. അതായത് ഈ രാജ്യങ്ങളുടെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇസ്രായേലിന് ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 2 ആഴ്ചത്തെ സമയം കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജോൺ മെയ്ഷൈമറിനെ പോലുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിനെ അനലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ആക്ച്വലി ഇറാനിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററി അമേരിക്കക്കാർക്ക് നേരത്തെ തന്നെ വാർണിംഗ് കൊടുത്തിട്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താൻ പോകും എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്രമണത്തിനെ പ്രതിരോധിക്കാനുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം അവർക്ക് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ആക്രമണത്തിനകത്ത് ഇറാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആക്രമണത്തിനകത്ത് ഈ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട്
ഇസ്രായേലിന് അകത്ത് പതിച്ചിട്ടുള്ള ചില ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ആ ആക്രമണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ മിസൈൽ അറ്റാക്കുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട 2 മിലിറ്ററി ബേസുകളിലാണ്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും സൗത്തിലായിട്ട് കിടക്കുന്ന നഗവ് ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു മരുപ്രദേശമുണ്ട്. ഈ നഗവ് ഡെസേർട്ടിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള F-35 എന്ന് പറയുന്ന ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുണ്ട്. ഈ F-35 വിമാനങ്ങളുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നവാറ്റിം എന്ന് പറയുന്ന എയർബേസ് ഉണ്ട്. ഈ നവാറ്റിം എയർബേസിനെതിരായിട്ടും അതുപോലെ തന്നെ ഈ നഗവ് ഡെസേർട്ടിൽ തന്നെയുള്ള റമോൺ എയർബേസ് എന്ന് പറയുന്ന മറ്റൊരു എയർബേസിനെതിരായിട്ടാണ് ഈ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾ ആക്രമിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളെയല്ല, ഇസ്രായേലിലെ സൈനിക താവളങ്ങളെയാണ് എന്നുള്ളൊരു മെസ്സേജ് ഇറാന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ ഇസ്രായേലിന് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇതൊരു സിംബോളിക്കായിട്ട്, അതായത് ഇസ്രായേലിനെതിരായിട്ട് നേരിട്ട് ആക്രമണം നടത്താനും ഞങ്ങൾക്ക് മടിയില്ല, അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് ഇറാന് കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ഫാക്ടർ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈനിക ശക്തികളായിട്ടുള്ള ഇസ്രായേലും ഇറാനും നേരിട്ട് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റുമുട്ടി, അല്ലെങ്കിൽ നേരിട്ടൊരു ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്രമണത്തിലൂടെ ഇറാൻ വിചാരിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഇത്തരത്തിൽ ഇറാൻ്റെ റെഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കിടയിലുണ്ടായിരുന്ന ഒരു റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡിറ്ററൻസിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇറാനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഭാവിയിൽ നടത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിലൂടെ കുറച്ച് കാലത്തേക്ക് ഈ ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിനെതിരായിട്ട് എത്ര ചെറിയ ആക്രമണങ്ങൾ മറ്റുള്ളവർ നടത്തിക്കഴിഞ്ഞാലും അതിനെതിരായിട്ട് 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ഡിഫൻസ് പോളിസിയുടെ, അല്ലെങ്കിൽ ഡിഫൻസ് ഡോക്ട്രൈൻ്റെ ഭാഗമാണത്. അതായത് എസ്കലേഷൻ ഡോമിനൻസ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ശത്രു ആക്രമിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരു ചെറിയ രാജ്യമാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ നമുക്കെതിരായിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള പ്രത്യാഘാതം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രത്യാഘാതം അവർക്ക് നേരിടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ആക്രമിക്കാൻ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എപ്പോഴും ചെയ്യാറുള്ളത്, അവർക്കെതിരായിട്ട് ചെറിയൊരു ആക്രമണം നടത്തിയാൽ പോലും ഈ ആക്രമണം നടത്തുന്നവർക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിട്ടാലിയേറ്ററി സ്ട്രൈക്കുകൾ കണ്ടക്ട് ചെയ്യും. പക്ഷേ ഈ ഇറാനിയൻ ആക്രമണത്തിൻ്റെ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ആ കൂടി തിരിച്ച് ചെയ്തത്, അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലൊന്നായിട്ടുള്ള നറ്റാൻസ് എന്ന് പറയുന്നൊരു ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്. ആ ന്യൂക്ലിയർ സൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റഷ്യൻ നിർമ്മിത S-300 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ആ എയർ ഡിഫൻസ് സിസ്റ്റംസിലെ ഒരു റഡാറിനെതിരായിട്ട് ഒരു ചെറിയ ഡ്രോൺ ഉപയോഗിച്ചൊരു ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികാരം ചെയ്തത്, അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ചതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പരിധിവരെ ഈ ഏപ്രിലിലെ ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ഇവർക്കിടയിൽ പഴയ പോലെ ഒരു ഡിറ്ററൻസ്, അല്ലെങ്കിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഏപ്രിൽ മാസം തൊട്ട് ജൂലൈ മാസം വരെ ഇസ്രായേലിനും ഇറാനും ഇടയിൽ വലിയ രീതിയിലുള്ള എസ്കലേഷൻസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്തൊരു ബ്രേക്ക് വരുന്നത് ജൂലൈ മാസം അവസാനത്തിലാണ്. അതായത് ജൂലൈ 30-ാം തീയതി ഇസ്രായേൽ ഈ ഇറാൻ അനുകൂല സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായിരുന്ന ഫുവാദ് ഷുക്കൂർ എന്ന് പറയുന്ന ആളെ ഒരു വ്യോമാക്രമണത്തിലൂടെ വധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകത്താണ് ടെഹ്റാനിൽ വെച്ചിട്ട് ഈ പറയുന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ ചീഫായിരുന്ന ഇസ്മായിൽ ഹനിയനെയും അസാസിനേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആക്സസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കളെ മണിക്കൂറുകൾക്കിടയിൽ ഈ ലെബനാനിലും അതുപോലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും വെച്ച് കൊന്നിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരായിട്ട് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മായിൽ ഹനിയ എന്ന് കൊല്ലപ്പെട്ട സമയത്ത് ഇറാനിയൻ ഗവൺമെൻറ് ഇസ്രായേലിനെതിരായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഈ പറയുന്ന ഇസ്രായേലിനെതിരായിട്ട് കാര്യമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും നടക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താൻ ഇറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അമേരിക്കയും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ഈ ഗാസയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള, അല്ലെങ്കിൽ ഒരു സീസ് ഫയർ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ട് നിങ്ങൾ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആ സീസ് ഫയർ നടക്കില്ല, അപ്പോൾ യുദ്ധം കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്, അതായത് ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താതിരുന്നു കഴിഞ്ഞാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളിത് ആക്രമണം നടത്താതിരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്,
ഈ ഇറാനിൽ പുതുതായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള പുതിയ ഗവൺമെൻറ് അല്ലെങ്കിൽ പുതിയ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലീഡറാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ഹസൻ റുഹാനിനെയൊക്കെ പോലുള്ള ഒരു മോഡറേറ്റ് ലീഡറാണ്. ഈ വെസ്റ്റേൺ പവേഴ്സുമായിട്ട് എസ്പെഷ്യലി അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഈ മേഖലയിലെ അലയായിട്ടുള്ള ഇസ്രായേലുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാനോ അതുവഴി അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാനൊന്നും താല്പര്യപ്പെടില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അന്ന് ഇസ്രായേലിനെതിരായിട്ട് നേരിട്ടൊരു ആക്രമണം നടക്കാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരായിട്ട് കാര്യമായിട്ടുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും വരാതായതോട് കൂടിയിട്ട് ഇത് ഇസ്രായേലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഈ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ചെന്നിട്ട് അവരുടെ ഒരു ഗസ്റ്റിനെ കൊന്നിട്ടും ഇറാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ വീക്കറായിട്ട് മാറി എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട അലയും ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലെ പ്രധാന പാർട്ട്ണറുമായിട്ടുള്ള ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹിസ്ബുള്ള മേധാവി ഉൾപ്പെടെ കൊന്നുകളയുന്നതും. അപ്പോൾ ഈ സംഭവങ്ങൾ ബേസിക്കലി ഇറാന് പുതിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. കാരണം ഓൾറെഡി ജൂലൈ മാസത്തിൽ ഈ പറയുന്ന ഇസ്മായിൽ ഹനിയനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇറാന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിലൂടെ ഇറാൻ തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരു ഡിറ്ററൻസ് ഉണ്ട്. അതായത് ഈ പറയുന്ന പണ്ടത്തെ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലും നേരിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഇറാനെതിരായിട്ടോ ഇറാൻ ഇസ്രായേലിനെതിരായിട്ടോ നടത്തില്ല എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു അൺഡിക്ലെയർഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പണ്ട് കാലം തൊട്ടേ ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഇറാൻ ഒന്ന് റീഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഡിറ്ററൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡിറ്ററൻസ് വീണ്ടും ഇല്ലാതാവാൻ തുടങ്ങി. കാരണം ഇറാൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഇസ്രായേൽ പൂർവാധികം ശക്തിയോടുകൂടി ആക്രമണം നടത്താൻ തുടങ്ങി. അപ്പോൾ ഈ ആക്രമണങ്ങളെ ഇനി എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ, കാരണം ഇറാൻ നേരത്തെ പോലെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ കൂടുതൽ ശക്തിപ്പെടും, അവർ കൂടുതൽ ഇറാനെതിരായിട്ട് ആക്രമണം നടത്താൻ തുടങ്ങും. അതേസമയം ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാലുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റീജിയണൽ വാറായിട്ട് മാറാം. അപ്പോൾ ഇത് ചെയ്താലും ഇല്ലെങ്കിലും ഇറാൻ്റെ അവസ്ഥ പരിങ്ങലിലാണ്. സോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഡിറ്ററൻസ് റീക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഇസ്രായേലിനെതിരായിട്ട് വലിയൊരു ആക്രമണം നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം, അതായത് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ മിസൈൽ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഏപ്രിൽ 13 നടത്തിയിട്ടുള്ള ആക്രമണവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഈ ഏപ്രിൽ മാസം 13 ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്കയ്ക്ക് ഓൾറെഡി ഇറാൻ്റെ ഭാഗത്തുനിന്ന് വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ട്, ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ അവരുടെ സൈന്യത്തിനെ മിഡിൽ ഈസ്റ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യാനും ഇസ്രായേലിന് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം റെഡിയാക്കാനൊക്കെ ഉള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുൻകൂർ വാണിംഗ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്നുള്ളൊരു ആക്രമണമാണ് ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ നടത്തുന്നത്. അതായത് ഈ വെസ്റ്റേൺ മീഡിയാസിലൊക്കെ ഈ ആക്രമണം നടക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ കേസിലാണെങ്കിൽ അത് ഒരാഴ്ച മുമ്പേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൻ്റെ കേസിൽ വെറും 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങുന്നത്. ആ വാർത്തകൾ വന്നു തുടങ്ങി 2 മണിക്കൂറിനകത്ത് ഈ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവ് ഉൾപ്പെടെയുള്ള ചില ടാർഗറ്റുകൾക്കെതിരായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇറാൻ ആക്ച്വലി ബാലസ്റ്റിക് മിസൈൽസും ക്രൂയിസ് മിസൈൽസും ചില ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫൻസ് ടെക്നോളജിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു അടിസ്ഥാന ധാരണ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ക്രൂയിസ് മിസൈലുകൾ അതുപോലെ തന്നെ ഡ്രോണുകൾ എന്നൊക്കെ പറയുന്നത് വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള വളരെ സ്പീഡ് കുറഞ്ഞ ആയുധങ്ങളാണ്. അതായത് വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഷൂട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറാൻ പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് വളരെ ദൂരത്ത് കിടക്കുന്ന ഇസ്രായേൽ പോലുള്ളൊരു സ്ഥലത്തേക്ക് ഈ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളൊക്കെ എത്തുമ്പോഴേക്കും മണിക്കൂറുകളുടെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഇറാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളുടെ സമയം ഈ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്രാവശ്യം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അവർ ബാലസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഈ ബാലസ്റ്റിക് മിസൈലുകൾക്ക് ക്രൂയിസ് മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 10 തൊട്ട് 12 മിനിറ്റ് വരെയാണ്. സോ വളരെ സ്പീഡ് കൂടിയിട്ടുള്ള ആയുധങ്ങളാണ് ബാലസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻകൂർ വാണിംഗ് എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ നമുക്ക്
ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തിലുള്ള ആക്രമണമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ 300-ൽ കൂടുതൽ മിസൈലുകളും ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ടും ഏകദേശം 7-9 മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിൽ വന്ന് പതിച്ച് അവിടെ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ മിഡ് എയറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആകാശത്ത് വെച്ചിട്ട് ഇസ്രായേലും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ചേർന്ന് തകർത്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആക്രമണത്തിൻ്റെ കേസിൽ ഈ മിസൈലുകളിൽ വലിയൊരു ശതമാനവും ഇസ്രായേലിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള ഇസ്രായേലിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന മിസൈലുകൾ വന്ന് പതിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഷെയർ ചെയ്യരുതെന്ന് ഈ പറയുന്ന ഇസ്രായേലിലെ മിലിറ്ററി സെൻസർഷിപ്പ് ബോർഡ് അവിടുത്തെ മീഡിയാസിനോടും ജനങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള കണക്കുകളോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ മിസൈൽ ആക്രമണമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ മിസൈൽ ആക്രമണത്തിനെതിരായിട്ട് ഇസ്രായേൽ ചെയ്തിട്ടുള്ള പ്രത്യാക്രമണത്തിനേക്കാട്ടിലും സിവിയർ ആയിട്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ ഈ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ജേക്ക് സള്ളിവൻ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുന്നു, ആ തിരിച്ചടിയിൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഈ ആക്രമണങ്ങളുടെ പ്രത്യാഘാതം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണങ്ങളുടെ സ്വഭാവം നമ്മൾ ഏപ്രിലെ ആക്രമണമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിവിയർ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വളരെ വലിയൊരു മിസൈൽ ആക്രമണം ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എത്ര വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ആളുകൾക്കിടയിൽ തർക്കം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരായിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രത്യാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാവും എന്നുള്ളൊരു ഭീഷണി ഓൾറെഡി ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇറാനിയൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും ആ ആക്രമണം വലിയൊരു ആക്രമണമായിട്ട് മാറുകയും അതിൻ്റെ പേരിൽ ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വലിയൊരു യുദ്ധമായിട്ട് മാറുന്നു മനസ്സിലാക്കുക. കാരണം ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാൻ അനുകൂലിച്ചുകൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിനകത്ത് നേരിട്ടിടപെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മിലിറ്ററി ക്യാമ്പുകളുണ്ട്. ഈ മിലിറ്ററി ബേസുകൾക്കെതിരായിട്ട് തങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ എല്ലാ കാലത്തും പറയുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്ക ഇറാനെതിരായിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളെല്ലാം തന്നെ ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുന്നു എന്ന് ഇറാൻ പറയാറുണ്ട്. സോ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ അറബ് വേൾഡിലുള്ള മറ്റുള്ള രാജ്യങ്ങളും ഈ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ഭാഗമായിട്ട് മാറേണ്ടി വരും. അതുകൂടാതെ ഇതിനകത്തുള്ള മറ്റൊരു റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോകത്തിലെ പെട്രോളിയം പ്രൊഡക്ഷൻ്റെ വലിയൊരു ശതമാനവും നടക്കുന്നത് ഈ ഇറാന് വലിയ രീതിയിൽ കോസ്റ്റ് ലൈനുള്ള പേർഷ്യൻ ഗൾഫ് റീജിയനിലാണ്. ഈ പേർഷ്യൻ ഗൾഫ് റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെട്രോള് ലോക മാർക്കറ്റിലേക്ക് എത്തുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന വളരെ ചെറിയ വീതി കുറഞ്ഞ ഒരു സമുദ്രപാതയിലൂടെയാണ് അല്ലെങ്കിൽ ഒരു ചോക്ക് പോയിന്റിലൂടെയാണ്. സോ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെതിരായിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്കെതിരായിട്ട് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന വളരെ ചെറിയ കപ്പൽ പാത ഇറാന് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധം ബാധിക്കുന്നു മനസ്സിലാക്കുക. കാരണം ലോകത്തിലെ വലിയൊരു ശതമാനം പെട്രോളിയം പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ മേഖലയിലാണ്. ഈ പെട്രോളിയത്തിൻ്റെ പ്രൈസ് അതോടുകൂടിയിട്ട് വലിയ രീതിയിൽ വർദ്ധിക്കും. അത് ലോകത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം പോലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായിട്ട് മാറുന്നു മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.